Example 2. Find the mass of the surface of the paraboloid. Z is equal to 1 plus x square plus y square. In the first obtain for 1 less than or equal to z less than or equal to 5. If the density at a point P on the surface is directly proportional to the distance from the xy plane. ആദ്യം ഇതിന്റെ ഫിഗർ നോക്കാം. ഇതാണ് പാരാബോളോയിഡ്. z is equal to 1 plus x square plus y square. This is the paraboloid. ക്വസ്റ്റ്യനില് പറഞ്ഞിട്ടുണ്ട് എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാമല്ലോ, ഇതാണ് നമ്മുടെ എക്സ് വൈ പ്ലെയിൻ. ദിസ് ഇസ് ദ എക്സ് വൈ പ്ലെയിൻ. ഈ എക്സ് വൈ പ്ലെയിനിൽ നിന്ന് 5 യൂണിറ്റ് അകലെയാണ് z നിൽക്കുന്നത്. കണ്ടോ, z is equal to 5 എന്നില്ലേ. അപ്പോ ഡെൻസിറ്റി rho is equal to rho is directly proportional to density is directly proportional to the distance from xy plane. അപ്പോൾ rho is equal to density is equal to directly proportional to distance from xy plane. xy plane എന്നുള്ള ഡിസ്റ്റൻസുകൾ xy plane എന്ന് പറഞ്ഞ ഇതാണല്ലോ, ഇതാണ് xy plane. xy plane എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് മേലേക്ക് വരാം താഴേക്കും വരാം. ഫസ്റ്റ് ഒക്ടൻ എന്ന് പറയുന്നതുകൊണ്ട് മേലേക്കാണ് കൺസിഡർ ചെയ്യണത്, മേലോട്ടേക്ക് പോകണു. റോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം xy plane. അപ്പോൾ xy പ്ലെയിനിന്റെ മേലായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെഡിന്റെ വാല്യൂസ് ആണ്. അപ്പോൾ സെഡിന്റെ വാല്യൂസിനോടാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിട്ടുള്ളത് ആര്, ഡെൻസിറ്റി. സോ ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു density is directly proportional to distance from xy plane എന്ന് പറഞ്ഞ rho is equal to kz and proportionality constant ആണ് k. Then given z is equal to 1 plus x square plus y square. ഇനി ഇതൊന്ന് ചെയ്തു പോയിട്ട് ഫിഗറിലോട്ട് നമുക്ക് നോക്കാം. Given z is okay, then z is equal for z എന്ന് പറഞ്ഞ f of x y ഉള്ള z എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷൻ ആണല്ലോ. അപ്പൊ ഞാൻ z is equal to f of x y എന്ന് കൊടുത്തു, that is equal to 1 plus x square plus y square. then fx കണ്ടുപിടിക്കാം. fx is equal to 2x. with respect to x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x. with respect to y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y. ഫിഗറോട് വരാം. therefore mass is equal to w over s rho of x, y, z ds. ഇതാണ് ഫോർമുല. നമ്മളിവിടെ കണ്ടു എക്സിന്റെയും വൈയിലുള്ള ഫംഗ്ഷനിലായിട്ടാണ് സെഡിനെ എഴുതിയിട്ടുള്ളത്. അപ്പൊ സെഡ് എന്ന് പറഞ്ഞാൽ എന്താക്കാം, സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നാക്കാം. അങ്ങനെ എക്സ് വൈ സെഡില് സെഡിനെ റീപ്ലേസ് ചെയ്ത് എക്സിന്റെ വൈയിലുള്ള ഫംഗ്ഷൻ ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, അവിടെ ഒരു പ്രൊജക്ഷൻ നടക്കുന്നുണ്ട്. അതാണ് ഈ ഫിഗറോട്ട് നമുക്ക് കാണേണ്ടത്. എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പ്രൊജക്ഷൻ നടക്കുന്നു, മേലെ നിന്ന് ഒരു ടോർച്ച്, ഇതാണ് നമ്മുടെ പരാബോളോയിഡ് അല്ലെ. ഒരു ടോർച്ച് അടിക്കുക, എങ്ങോട്ടേക്ക്, മേലെ നിന്ന് ഇങ്ങോട്ടേക്ക് ടോർച്ച് അടിക്കുമ്പോൾ അതിന്റെ ഷെയ്ഡ് എവിടെ കിടക്കും, എക്സ് വൈ പ്ലെയിനിൽ കിടക്കും. അപ്പോൾ ഇവിടെ നിന്നുള്ള ഭാഗത്ത് ഇങ്ങോട്ടേക്ക് ഡോട്ടഡ് ലൈൻ നമ്മൾ കാണിച്ചു, ഇവിടെ നിന്നുള്ള ഭാഗം ഇങ്ങോട്ടേക്ക് ഡോട്ടഡ് ലൈൻ കാണിച്ചു. ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ ഒരു കാര്യം എവിടെ നിൽക്കണം, അത് ഇവിടെ നിൽക്കും, ഷെയ്ഡായിട്ട് ഇവിടെ നിൽക്കും. ഇതെന്തായിരിക്കും, ഇതെന്ന് പറഞ്ഞാൽ
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ആയിരിക്കും. അത് പറയാൻ കാരണം നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ മനസ്സിലാവും, ഇത് ചെന്ന് കൂട്ടുന്നത് വൈ ആക്സിലെ 2ലും എക്സ് ആക്സിലെ 2ലുമാണ്. അപ്പൊ അങ്ങനെയാണിത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. കാരണം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് പരാബോളയുടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു z ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എന്ന് പറയുന്നത് ഈ പരാബോളയുടെ വരുന്നത് തന്നെയാണ്. അതിന്റെ താഴേക്ക് വരുന്ന ഷെയ്ഡോ ആണ്, ഒരു നിഴലാണ്, ഷെയ്ഡാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. അപ്പൊ ഇതൊരു സർക്കിൾ ആണല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ, വേർ ആർ ഇസ് ഈക്വൽ ടു 2. അതിന്റെ അടുത്തത് നമ്മൾ പറഞ്ഞുതരാം. ഇത് ഓർത്ത് വെക്കുക. സംശയം തോന്നുന്നത് എങ്ങനെ പെട്ടെന്ന് 4 വന്നേന്ന് ആലോചിച്ച് നോക്കിയാൽ. z is equal to 5 എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. z is equal to 5 എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ നമുക്ക് ഇതില്ലേ z is equal to 5 കൊടുക്കുക. കാരണം z is equal to 5 വരെ പോകണം. z is equal to 5 കൊടുക്കുമ്പോൾ 5 is equal to 1 plus x square plus y square എന്ന് വരും. 1ന്റെ പുറം കൊണ്ടുവരുമ്പോൾ 4, 5 minus 1 4. 4 is equal to x square plus y square. കാരണം നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നത്, ഈ സാധനം കൺസിഡർ ചെയ്യുന്നത് എക്സ് വൈ പ്ലെയിനിലല്ലേ അല്ലെ. അപ്പൊ എക്സ് വൈ പ്ലെയിനിൽ വരുമ്പോ z is equal to വരാൻ പാടില്ല. അതുകൊണ്ടാണ് z is 0 എന്ന് കൊടുക്കാൻ പാടില്ല. കാരണം ഇതിന്റെ പ്രൊജക്ഷൻ താഴോട്ടേക്ക് വരണേ ആണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ z is equal to 5 എന്നൂടെ കൊടുത്തത്. ഓക്കെ, അപ്പോ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അപ്പോ അങ്ങനെയാണ് എസുമായിട്ട് ആർന്ന റീജിയൻ ആയത്. ആർന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിലെ റീജിയൻ. റോ ഓഫ് എക്സ് കോമ വൈ കോമ ഇതെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ. ദെൻ ഫോർമുല റൂട്ട് ഓഫ് 1 plus fx whole square plus fy whole square dA that is equal to റോ എന്ന് പറഞ്ഞാൽ എന്താ തന്നിട്ടുണ്ട് kz ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. റോ is equal to kz. റോയ്ക്ക് പലത് കൊടുത്തു, kz എന്ന് കൊടുത്തു. ഈ z എന്ന് ശരിക്കും ഇത് z ആണ്. z എന്ന് പറഞ്ഞാൽ എന്താണ് 1 plus x square plus y square ആണ്, അത് കൊടുത്തു. then root of 1 plus fx എന്ന് പറഞ്ഞാൽ 4x, fx എന്ന് പറഞ്ഞാൽ 2x ആണ്, fx എന്ന് പറഞ്ഞാൽ അതിന്റെ ഹോൾ സ്ക്വയർ 4x സ്ക്വയർ പ്ലസ് fy എന്ന് പറഞ്ഞാൽ 2y ആണ്, fy സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2y ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 4y സ്ക്വയർ dA. ഇനി കണ്ടോ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ വന്നു. അപ്പൊ നമുക്ക് പരാബോള അപ്ലൈ ചെയ്യാം. ബൈ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. സോ m is equal to w over r k into 1 plus ഇതിനെ x square plus y square over r square കൊടുത്തു root of 1 plus 4 into 4 കൊടുത്തു x square plus y square dA w over r k into 1 plus r square root of 1 plus r square 4r square dA that is equal to ഇനിയാണ് നമ്മൾ വേരിയേഷൻ കൊടുക്കുന്നത് r ന്റെയും തീറ്റയുടെയും. അപ്പൊ ആദ്യം dA നെ മാറ്റി എന്താക്കി, dA നെ പോളാർക്ക് മാറ്റുമ്പോൾ r dr d തീറ്റ എന്ന് ആണല്ലോ. ആദ്യം r കൊണ്ട് ചെയ്യണം. അപ്പൊ r ന്റെ വേരിയേഷൻ നമ്മൾ കണ്ടു. r എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള മാറ്റമാണ്, ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ്. അതിപ്പോ 2 ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, ദാറ്റ് ഇസ് 2 റേഡിയസ് ആയതുകൊണ്ട് 0 to 2. ദെൻ തീറ്റയുടെ വേരിയേഷൻ അവർ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് 10 എന്നാ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. തീറ്റ മാറുന്നത് 0 to π/2, r വന്ന് 0 to 2 k into 1 plus r square root of 1 plus 4r square r dr d theta that is equal to k 0 to π/2 0 to k പുറത്തെടുത്തു. ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. 1 into ഇത് പ്ലസ് ആർ സ്ക്വയർ ഇൻറ്റു ഇത് ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് 1/2 ആണല്ലോ. റൂട്ട് ഓഫ് 1 പ്ലസ് 4r സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 4r സ്ക്വയർ ഹോൾ റേസ് 1/2 എന്നാണ് ഇൻറ്റു ആർ പ്ലസ് ആർ ക്യൂബ് ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ 1 പ്ലസ് 4r സ്ക്വയർ റേസ് 1/2 dr d theta.
ഇനി നമുക്ക് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ആർ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. ടേം ബൈ ടേം ഇന്റഗ്രേഷൻ നടത്താം. കൺസിഡർ ഫസ്റ്റ് ടേം, ഇത് മാത്രം ഇന്റഗ്രേറ്റ് 0 to 2 r into 1 plus 4r square raised to 1 by 2 dr. Put 1 plus 4r square is equal to u. Differentiate with respect to r കൊണ്ട്. So 8r is equal to du by dr. r dr is equal to du by 8. Definite integral ആയതുകൊണ്ട് ലിമിറ്റ് കൊടുക്കണം, ലിമിറ്റ് മാറ്റണം. If r is equal to 0, u is equal to 1. If r is equal to 2, u is equal to 17. ഇതിന് പകരം ആർ ഡി ആർ എന്തായിട്ട് മാറി? ആർ ഡി ആർ എന്നുള്ളത് ഡി യു ബൈ 8 ആയിട്ട് മാറി. ഇത് ഫുള്ള് യു ആണ്, യു റേസ് ടു ഹാഫ് ഡി യു, ദാറ്റ് ഈസ് 1 by 2 പുറത്തെടുത്തു. എക്സേഷന്റെ ഇന്റഗ്രൽ എക്സേഷൻ പ്ലസ് 1 ബൈ n പ്ലസ് 1, അപ്പോൾ യു റേസ് ടു ഹാഫ് പ്ലസ് 1 ബൈ ഹാഫ് പ്ലസ് 1, ഇത് ലിമിറ്റ് 1 to 7. ദെൻ സാധാ ഇന്റഗ്രേഷൻ ആണ്, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും 5.75. അടുത്ത ടൈം കൺസിഡർ ചെയ്തു. കൺസിഡർ ഇന്റഗ്രൽ 0 to 2 r cube into 1 plus 4r square raised to half dr. That is integral 0 to 2 r cube നല്ലേ, നമ്മൾ r cube നെ r square into 1 plus r square into r നാക്കി r cube നെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ബാക്കി അതുപോലെ തന്നെ 1 plus 4r square raised to half. ഇനി എന്ത് ചെയ്തു? r square നെ u എന്ന് കൊടുത്തു. നമ്മൾ മുമ്പൊക്കെ ചെയ്ത് 1 plus 4r square നെ u എന്ന് കൊടുത്താണ്, പക്ഷെ നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി മാത്രം r square നെ u എന്ന് കൊടുത്തു. അപ്പോൾ du by dr is equal to 2r, so du by 2 is equal to r dr. കണ്ടോ, r dr എന്തായിട്ട് മാറി? ഇപ്പോൾ du by 2 ആയി, r square u ആയിട്ട് മാറി. വളരെ എളുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത്. r is equal to 0 ആണെങ്കിൽ u is equal to 0, r is equal to 2 ആണെങ്കിൽ u is equal to 4. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 to 4 u 1 plus 4u raised to half du by 2 എന്ന് വന്നു. ഇനി ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പൊ നമുക്കറിയാം ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എടുക്കുമ്പോൾ i l a t e എന്നാണ്, ഹൈലൈറ്റ് ആണല്ലോ, ഏതാണ് നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ചാനലൊക്കെ ഉപയോഗിക്കാം. ഇവിടെ രണ്ടും ആൾജിബ്രൈക് ഫംഗ്ഷനാണ്, രണ്ടും പോളിനോമിയൽ പോലെ ആൾജിബ്രൈക് ഫംഗ്ഷനാണ്. അപ്പോൾ ഏതിനാണ് ആദ്യത്തെ? അപ്പൊ രണ്ടും ആൾജിബ്രൈക് ഫംഗ്ഷനാണ് ഇവിടെ. അപ്പൊ ഏതിനാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുക? എളുപ്പം ഭംഗിയായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോകുന്നത് ഡെറിവേറ്റീവ് ഓഫ് യു ആണ്, 1 ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഫസ്റ്റ് ഫംഗ്ഷനും ഇതിന്റെ സെക്കൻഡ് ഫംഗ്ഷനും എടുക്കുക. ഇത് സെക്കൻഡ് ഫംഗ്ഷൻ, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ റൂൾ പ്രകാരം ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇതാണ് സെക്കൻഡ്, ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു ഇന്റഗ്രൽ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി യു. അപ്പോൾ ഈ 0 to 4 കീപ്പ് ചെയ്ത് വെക്കുള്ളൂ. സാധാരണ നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആകുമ്പോൾ അവസാനം കൊടുത്താൽ മതി വാല്യൂസ്. അപ്പോൾ ലിമിറ്റ് മൈനസ് ലോഗിന്റെ അവസാനം കൊടുത്താൽ മതി. യു അതുപോലെ തന്നെ ഇതിന്റെ ഇന്റഗ്രൽ എ പ്ലസ് ബി യു എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി യു. ഇപ്പോൾ ഇന്റഗ്രൽ എ എക്സ് പ്ലസ് ബി ഹോൾ റേസ്റ്റ് എന്ന് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബി ഹോൾ റേസ്റ്റ് n plus 1 by n plus 1 ഇൻറ്റു എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എന്ത് വരും? 1 plus 4u raised to half plus 1 by half plus 1 ഇൻറ്റു ഈ 4 യുവിന്റെ കോഎഫിഷ്യന്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, മൈനസ് 0 to 2 യുവിന്റെ ഡെറിവേറ്റീവ് 1, ഇത് ഇന്റഗ്രേഷൻ ഇവിടെ നടത്തി വിത്ത് ലിമിറ്റ് 0 to 4. ഇനി നമ്മൾ ഇത് കീപ്പ് ചെയ്ത് പോകില്ല കേട്ടോ. 0 to 4 ഇവിടെ ഇതൊക്കെ 4 ആണ് കേട്ടോ, തെറ്റിയതാണ്. ദിസ് ഇസ് 4. നമ്മളിങ്ങനെ ഇടുന്നെങ്കിൽ മാത്രം ഇടുന്നെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം കഴിഞ്ഞ അവസാനമാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഓക്കെ ഇതിന് ലിമിറ്റ് ഇതിനിങ്ങനെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എഴുതിയാലും കുഴപ്പമില്ല, അവസാനം ലിമിറ്റ് കൊടുത്താൽ മതി. 1 plus 4u raised to half plus 1 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. ഈ താഴെ 3/2 2/3 മാറും. സാധാ സിംപ്ലിഫിക്കേഷൻ ആണ്, അങ്ങനെ വന്നു. ഇതിന് ഇവിടെ വീണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇത് മാത്രം ഞാനൊന്ന് പറയാം. 2/3 പുറത്തേക്ക് വന്നു. 2/3 1/4 കെട്ടി വരുമ്പോൾ 1/6 ആയി. ഇതിന് വേണ്ടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവുക? 1 plus 4u raised to 3/2 plus 1 by 3/2 plus 1 ഇൻറ്റു ഈ 4 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യണം. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, ഇന്റഗ്രേഷൻ തന്നെ. സാധാ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് 13.14 കിട്ടും. ഫ്രം ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ രണ്ട് ഇന്റഗ്രലും കൂടി ആഡ് ചെയ്യാനാണ് പറയണേ. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്
രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കെ ഇൻറ്റു ഇത് എന്ന് പറയുന്നത് കെ ഇൻറ്റു രണ്ടും കൂടെ ആഡ് ചെയ്തു. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 19.19 വരും. അപ്പോൾ കെ 19.19 0 to pi by 2 ഇത് കോൺസ്റ്റന്റ് പുറത്ത് കിട്ടുമല്ലോ. അപ്പോൾ ഡി തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ 19.19 ഡി തീറ്റയുടെ ഇന്റർവെല് തീറ്റ വിത്ത് ലിമിറ്റ് 0 to pi by 2 ദാറ്റ് ഈസ് ഈക്വൽ ടു കെ 19.19 pi by 2 minus 0 that is pi by 2 that is 30.1283. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടാം.